أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളിപ്പോൾ ശ്രവിച്ചത് സൂറത്തുൽ കൗസറിലെ 2-ാമത്തെ വചനമാണ്. അർത്ഥം ഇപ്രകാരമാകുന്നു: സത്യമായും നാം നിനക്ക് കൗസർ നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദർസിൽ ദിക്ർ ഇലാഹിയുടെ പ്രത്യേകതകളെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. തുടർന്ന് പറയുന്നു, ഏറ്റവും വലിയ ദിക്ർ ബിസ്മില്ലാഹ് ആകുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പേ ബിസ്മില്ലാഹ് ചൊല്ലുക. ബിസ്മില്ലാഹ് കൂടാതെയുള്ള പ്രവൃത്തികൾ അനുഗ്രഹത്തിൽ നിന്നും വിദൂരമാകുന്നതാണ്. ബിസ്മില്ലാഹ് വിരൽ ചൂണ്ടുന്നത് എന്തെന്നാൽ സർവ്വലോകവും സർവ്വസാമഗ്രികളും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അവൻ്റെ ഹിതത്തോടുകൂടി ഞാൻ അതിൽ നിന്ന് കുറച്ച് ഉപയോഗിക്കുന്നു എന്നതാണ്. രണ്ടാമത്തെ ദിക്ർ അൽഹംദുലില്ലാഹ് എന്നതാണ്. എല്ലാ പ്രവൃത്തികളുടെയും അവസാനം ഒരു മോമിൻ പറയുന്നു, സർവസ്തുതിയും സർവ്വലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു. മൂന്നാമത്തെ ദിക്ർ സുബ്ഹാനല്ലാഹ് ആകുന്നു. വലിയ വലിയ കാര്യങ്ങളിലും ആശ്ചര്യഘട്ടങ്ങളിലും പറയപ്പെടുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇതാണ് 4-ാമത്തെ ദിക്ർ. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നാം അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, അള്ളാഹുവിലേക്ക് തന്നെയാണ് മടക്കവും. ഇത് മനുഷ്യൻ്റെ പ്രകൃതി സ്വഭാവം തുരുമ്പിക്കൽ നിന്നും സംരക്ഷിക്കുന്നു. 5-ാമത്തെ ദിക്ർ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്തെന്നാൽ മ്ലേച്ഛമോ മോശമായ കാര്യങ്ങളോ കണ്ടാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്നതാണ്. 6-ാമത്തെ ദിക്ർ മനുഷ്യൻ്റെ മനസ്സിൽ മോശമായ എന്തെങ്കിലും ചിന്തകൾ ഉടലെടുക്കുകയാണെങ്കിൽ ഉടൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയലാണ്. അതായത് ഞാൻ ശൈത്താൻ്റെ അക്രമത്തിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. 7-ാമത്തെ ദിക്ർ അള്ളാഹു പഠിപ്പിക്കുന്നത് അഊദു ബില്ലാഹ്, അതായത് അള്ളാഹുവിൽ അഭയം പ്രാപിക്കുക. ഏതെങ്കിലും പ്രവൃത്തികൾ ചെയ്യുന്നതിനു മുമ്പേ ആ വഴികളിൽ ശൈത്താൻ്റെ അക്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നാം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ 8-ാമതായി പറയുന്നത് നാം ഉറങ്ങുമ്പോഴും അള്ളാഹുവിൻ്റെ ദിക്ർ ചൊല്ലലുണ്ട്. കിടക്കുന്നതിന് മുമ്പ് ആയത്തുൽ കുർസിയും അതുപോലെ ഖുർആനിലെ അവസാനത്തെ കുൽ തുടങ്ങുന്ന 3 സൂറത്തുകളും ചൊല്ലിക്കൊണ്ട് ശരീരത്തിൽ ഊതാൻ പറയുന്നു. 9-ആയി പറയുന്നത് മനുഷ്യൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും അപ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുവാൻ പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ എന്ന് പറയുവാൻ പഠിപ്പിച്ചു. 10-ാമതായി പറയുന്നു, ഈ ദുആകളൊക്കെ പോലെ തന്നെ രോഗാവസ്ഥയിലും അതുപോലെ ശമനം ലഭിക്കുമ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. 11-ാമതായി പറയുന്നു, ടോയ്ലറ്റിൽ പോകുമ്പോഴും വരുമ്പോഴും ദുആ ചെയ്യാൻ പഠിപ്പിച്ചു. 12-ാമതായി പറയുന്നു, കുളിക്കുമ്പോഴും ദുആകളുണ്ട്. 13-ാമതായി പറയുന്നു, ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്നതിന് മുമ്പും ദുആ ചെയ്യണമെന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം വിവരിച്ച ശേഷം ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മനുഷ്യജീവിതത്തിലെ ഒരു നിമിഷവും അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. പിന്നീട് സക്കാത്തിൻ്റെ യുക്തിയെക്കുറിച്ച് പറയുന്നു, ഇസ്ലാം ദരിദ്രരുടെ അവകാശങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്നു. ലോകത്തിലെ ഒരു മതവും ആരാധനയെ ഈ രീതിയിൽ അവതരിപ്പിച്ചിട്ടില്ല. അടുത്തത് നോമ്പാണ്. മുഴുവൻ രീതിയിലുള്ള വ്രതം ഇസ്ലാമിൽ മാത്രമാണുള്ളത്. വെറുതെ നോമ്പെടുക്കുക എന്നുള്ളത് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിൽ കൂടുതൽ ചേരുക, ആരാധനാ കർമ്മങ്ങൾ കൂടുതലായി ചെയ്യുക എന്നതും ഈ വ്രതത്തിൻ്റെ ഭാഗമാണ്. അടുത്തത് ഹജ്ജാണ്. ലോകത്തുള്ള മറ്റൊരു മതത്തിലും ഹജ്ജ് ചെയ്യൽ നിർബന്ധമല്ല. എന്നാൽ ഇസ്ലാം വർഷത്തിലൊരിക്കൽ ഹജ്ജ് ചെയ്യാൻ കഴിവുള്ള എല്ലാവരെയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുന്നു. ഇതിൽ പലതരത്തിലുള്ള സ്വഭാവത്തിലുമുള്ള ആളുകളുണ്ടായിരിക്കും. അങ്ങനെ എല്ലാവരെയും കുറിച്ച് മനസ്സിലാക്കാനും ഭൗതികവും ആത്മീയവും സാമൂഹികവുമായിട്ടുള്ള വികസനങ്ങൾ വരുവാനും അത് സഹായിക്കുന്നതാണ്.
ഈ ആയത്തിൻ്റെ തഫ്സീർ തുടരുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹ് വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.